ഹായ് ഓൾ, നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമല്ലോ അല്ലേ? അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഒരു ആലിയ കട്ട് ടോപ്പിൻ്റെ കട്ടിങ് സ്റ്റിച്ചിങ് ആയിട്ടാണ് കേട്ടോ വന്നിട്ടുള്ളത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നമ്മുടെ മറ്റുള്ള വീഡിയോസൊക്കെ ഒന്ന് കണ്ടു നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. പിന്നെ നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഞാനിവിടെ എടുത്തിട്ടുള്ള മെറ്റീരിയൽ അജ്രക്കിൻ്റെ നെറ്റ് മെറ്റീരിയലാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. കസ്റ്റമർ തന്നെ കൊണ്ടുവന്ന് തന്ന മെറ്റീരിയലായിരുന്നു. അപ്പോൾ ഞാൻ എന്താ അതിനൊരു ചെറിയ പീസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ ലെങ്ത്ത് വന്നിട്ട് ഒരു 16 ഇഞ്ച് ലെങ്ത്തും ഒരു 20 ഇഞ്ച് വിഡ്ത്തും വരുന്ന 2 പീസാണ് ഞാൻ 4 ആക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട് കേട്ടോ. അതിൽ ഞാൻ ഷോൾഡർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. 6 ഇഞ്ച് ഷോൾഡറും 6 ഇഞ്ച് തന്നെ ഒരു ആം ഹോളും മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ആദ്യം ഞാൻ തെറ്റിയിട്ട് 6 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ 6.5 ഇഞ്ച് മാർക്ക് ചെയ്തിട്ട് താഴോട്ടേക്കും ഒരു 6.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അതിനുശേഷം അതിനൊന്ന് ജസ്റ്റ് ചെറിയൊരു ബോക്സ് ആക്കിയിട്ട് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ചെസ്റ്റ് അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. ചെസ്റ്റ് എനിക്ക് 30 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ 7.5 ഇഞ്ചാണ്. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ച് ഞാൻ എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊരു 9 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി താഴോട്ടേക്ക് നമുക്ക് 16 ഇഞ്ച് തന്നെ ഞാൻ ഫുള്ളായിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. കാരണം നമുക്ക് 15 ഇഞ്ചാണ് ആവശ്യമുള്ളത്. 1/2 ഇഞ്ച് മുകളിൽ ഷോൾഡർ ജോയിൻ ചെയ്യാനും താഴെ ഒരു അരയിഞ്ച് നമുക്ക് താഴെ സ്കേർട്ടായിട്ടുള്ള ഭാഗം ഉണ്ടല്ലോ അതും കൂടി ജോയിൻ ചെയ്യാനായിട്ട് ഒരു അരയിഞ്ചും കൂടി വേണ്ടേ. അപ്പോൾ ഞാൻ 16 ഇഞ്ച് ഫുള്ളായിട്ട് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് വേസ്റ്റിൻ്റെ അളവൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. വേസ്റ്റിൻ്റെ അളവ് എനിക്ക് 26 ഇഞ്ചാണ് വേണ്ടത്. 26ൻ്റെ നാലിലൊരു ഭാഗം എന്ന് പറയുമ്പോൾ നമുക്ക് 6.5 ഇഞ്ചാണ് വരുന്നത്. 6.5 ഇഞ്ചും അതിൻ്റെ കൂടെ 1.5 ഇഞ്ച് എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 8 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ആം ഹോളൊന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. അതിന് ശേഷം ഇതൊക്കെ ഒന്ന് ജോയിൻ ചെയ്ത് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതിൽ ഫ്രണ്ടും ബാക്കും ഒന്നിച്ചിട്ടിട്ടാണ് ഇപ്പോൾ നമ്മൾ മാർക്ക് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇതിൽ കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ബാക്ക് പാർട്ടൊന്ന് മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ ഇതിലോട്ട് ഇനി നമുക്ക് ആ ഒരു ആലിയ കട്ടിൻ്റെ നെക്ക് ഞാനിപ്പോൾ ഇതിൽ മാർക്ക് ചെയ്തിട്ടില്ല. നമുക്ക് ക്യാൻവാസ് വെച്ചിട്ടാണ് ഞാൻ നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ, വി നെക്ക് ആയതുകൊണ്ട്. അപ്പോൾ അത് കാരണം കൊണ്ട് ഞാൻ നെക്ക് മാർക്ക് ചെയ്തിട്ടില്ല. ഇനി നമുക്ക് ആലിയ കട്ടിൻ്റെ ആ ഒരു വി ഷേപ്പ് മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ അവിടെ 3 ഇഞ്ച് നമ്മുടെ ആ ഒരു സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ അവിടെ 3 ഇഞ്ച് താഴത്തുനിന്ന് മുകളിലോട്ട് ഒരു 3 ഇഞ്ച് കയറ്റി മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് അതിനൊന്ന് ചെരിച്ച് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. അതിന് നമുക്കതൊന്ന് കട്ട് ചെയ്തെടുക്കാം. കട്ട് ചെയ്യുന്നതിന് മുമ്പ് നമുക്ക് ആദ്യം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കണ്ടേ. അപ്പോൾ അതിന് വേണ്ടി നമുക്ക് ജസ്റ്റ് ഒന്ന് സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ ആദ്യം. അപ്പോൾ ഞാൻ നെക്കിൻ്റെ ഇതൊന്ന് ജസ്റ്റ് കാണിക്കുന്നുണ്ട്. നമ്മളിതിൽ കട്ട് ചെയ്യണില്ല. 3 ഇഞ്ചോളം ഞാൻ വിഡ്ത്ത് എടുത്തിട്ടുണ്ട്. 7 ഇഞ്ച് ലെങ്ത്ത് എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഒന്ന് മാർക്ക് ചെയ്ത് വെക്കുന്നുണ്ട്, കാണിച്ചു തരാൻ വേണ്ടി മാത്രമാണ് കേട്ടോ. നമ്മൾ ക്യാൻവാസിലാണ് നെക്ക് കട്ട് ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ 3 ഇഞ്ച് വിഡ്ത്തും 7 ഇഞ്ച് ലെങ്ത്തിലായിട്ടാണ് നമ്മൾ ഫ്രണ്ട് നെക്ക് വി നെക്ക് ചെയ്തെടുക്കുന്നത് കേട്ടോ. ഇനി നമുക്ക് ആദ്യം ആം ഹോളിൻ്റെ പോർഷനും ആ സൈഡ് ഭാഗമൊക്കെ നമുക്കൊന്ന് കട്ട് ചെയ്ത് മാറ്റാം. അതിന് ശേഷം ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തതിന് ശേഷമാണ് നമ്മൾ ആ ഒരു വി ഷേപ്പ് ഉണ്ടല്ലോ, താഴെയുള്ള ആ ഒരു വി ഷേപ്പ് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നത് അതിന് ശേഷമാണ് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഇങ്ങനെ കട്ട് ചെയ്തെടുക്കുക, ഫുള്ളായിട്ട് കട്ട് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒരേപോലെയാണ് ബാക്കിലും ഫ്രണ്ടിലും വരിക. അതുകൊണ്ടാണ് നമ്മൾ അതിനങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കും ഫ്രണ്ടും സെപ്പറേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. കണ്ടില്ല, ഞാൻ ഇതേപോലെ ഒന്നിച്ചായിരുന്നു മടക്കിയിട്ടിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്ക് പാർട്ടിനൊന്ന് മാറ്റി വയ്ക്കാം. അതിന് ശേഷം ഫ്രണ്ടിലത്തെ ആ ഒരു വി ഷേപ്പ് അതൊന്ന് കട്ട് ചെയ്ത് മാറ്റാം കേട്ടോ. ആലിയ കട്ടിന് വരുന്ന ആ ഒരു ഷേപ്പ് ഉണ്ടല്ലോ അതൊന്ന് കട്ട് ചെയ്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്ക് ഇതിൽ പിന്നെ നമ്മൾ നെക്ക് ഇപ്പോൾ കട്ട് ചെയ്യണില്ല എന്ന് പറഞ്ഞല്ലോ. പിന്നെ ബാക്ക് പാർട്ടിൽ നമുക്ക് നെക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് ആ ഒരു പോർഷൻ വരുന്നത് കേട്ടോ, കണ്ടില്ലേ. ഇനി നമുക്ക് ബാക്കിൽ ആ ഒരു നെക്കൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ആ ബാക്കിൽ യോക്കിൻ്റെ പണികൾ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ, കട്ടിങ് കഴിയും കേട്ടോ. അപ്പോൾ ഇതുപോലെ വെക്കുക. എന്നിട്ട് നമ്മൾ ഒരു 3 ഇഞ്ച് നെക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഫ്രണ്ടിൽ പറഞ്ഞ പോലെ തന്നെ ബാക്കിൽ നെക്ക് ചെറിയ നെക്കാണ് ഇട്ട് എടുക്കുന്നത്. അപ്പോൾ ഒരു 4 ഇഞ്ചൊക്കെ എടുക്കണുള്ളൂ, കൂടുതലായിട്ട് എടുക്കണില്ല. 4 ഇഞ്ച് മാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരു 3.5-4 ഇഞ്ചൊക്കെ മതിയാവും. അത് മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ. അതിനൊന്ന് ചെറിയ ബോക്സാക്കി ചെയ്തെടുക്കുക. എന്നിട്ട് അതിലോട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുക്കുക. നെക്കിൻ്റെ ആ ഒരു റൗണ്ട് നെക്കിന് വേണ്ടിയിട്ട് ഒന്ന് കർവ് ചെയ്ത് വരച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം നമുക്കിനി സ്കേർട്ട് പാർട്ടൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഇതിനി മാറ്റി വയ്ക്കാം. ഇനി സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട് നമുക്ക് ബാലൻസ് ഉള്ള ക്ലോത്ത് ഉണ്ടല്ലോ, ഞാൻ ചെറിയൊരു പീസാണ് അതൊന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്ക് ബാലൻസ് വന്ന ആ ഒരു ക്ലോത്തൊക്കെ എടുക്കാം. ക്ലോത്ത് എടുത്തിട്ട് നമുക്ക് ആദ്യം ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുക്കാം കേട്ടോ. ജസ്റ്റ് ഒന്ന് രണ്ടാക്കി മടക്കിയിട്ട് കൊടുത്താൽ മതി. ഇതിൽ 2 പീസായിട്ടാവും ഉണ്ടാവുക. അതിൽ ഒരു പീസ് എടുത്തിട്ട് രണ്ടാക്കിയിട്ട് മടക്കിയിട്ട് കൊടുക്കാം. രണ്ടും നമ്മൾ സെപ്പറേറ്റ് ആയിട്ടാണ് കേട്ടോ, ഫ്രണ്ടും ബാക്കും നമ്മൾ സ്കേർട്ട് പാർട്ട് സെപ്പറേറ്റ് ആയിട്ടാണ് ചെയ്തെടുക്കുന്നത്. ഒരേപോലെ ചെയ്തെടുക്കാൻ പറ്റില്ല. നമ്മൾ ബാക്കിൽ സാധാരണ പ്ലേറ്റ്സ് മാത്രമേ ഇട്ട് കൊടുക്കണുള്ളൂ, അല്ലാതെ നമ്മൾ ആ ഒരു ഷേപ്പ് കട്ട് ചെയ്തിട്ടില്ലല്ലോ. ഫ്രണ്ടിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു ഷേപ്പിലായതുകൊണ്ട് അതിനനുസരിച്ചിട്ട് വേണം നമ്മൾ സ്കേർട്ട് പാർട്ടും കട്ട് ചെയ്തെടുക്കാനായിട്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു 17 ഇഞ്ചോളം വിഡ്ത്ത് വരുന്നുണ്ട് കേട്ടോ, അങ്ങനെ രണ്ടാക്കി മടക്കിയിടുമ്പോൾ. അപ്പോൾ അതൊരു 34 ഇഞ്ചോളമൊക്കെ നമുക്ക് വിഡ്ത്ത് വരുന്നുണ്ട് ഈ ഒരു ക്ലോത്തിന്. അപ്പോൾ നമുക്ക് ഇത് ഇങ്ങനെ തന്നെ മടക്കിയിട്ടാൽ മതി. നമുക്ക് അതിൽ ആ ഒരു പ്ലേറ്റ്സ് ഇട്ട് കൊടുക്കാനായിട്ട് നമ്മൾ ആ ഒരു യോക്കിൻ്റെ ആ ഒരു പോർഷൻ ഉണ്ടല്ലോ, അതിനേക്കാളും ഒരു 2 ഡബിളായിട്ട് വരുന്ന വിധത്തിൽ കിട്ടിയാൽ മതി നമുക്ക് കേട്ടോ. അപ്പോൾ ഇതിനേക്കാളും ഇത്രയും ബാക്കിയുണ്ട്, ഡബിളായിട്ട് തന്നെ നമുക്ക് ബാക്കിയുണ്ട് കേട്ടോ, കണ്ടില്ലേ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഇങ്ങനെ തന്നെ മതി നമുക്ക് ചെയ്തെടുക്കാനായിട്ട് കേട്ടോ. 8.5 ഇഞ്ച് അവിടെയും വരുന്നുണ്ട്, ഇത് 8.5 ഇഞ്ച് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത്രയും മതി നമുക്ക് പ്ലേറ്റ്സ് ഇട്ടെടുക്കാനായിട്ട്. ഇനി നമുക്ക് ഇതിൽ ലെങ്ത്ത് ഒന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ നമുക്ക് ടോട്ടൽ ലെങ്ത്ത് ആവശ്യമുള്ളത് 26 ഇഞ്ചാണ് എനിക്ക് ആവശ്യമുള്ളത്. അതിൻ്റെ കൂടെ നമ്മൾ യോക്കിന് വേണ്ടിയിട്ട് നമ്മൾ 1 ഇഞ്ച് കൂടുതൽ എടുത്തിട്ടുണ്ട്, ഷോൾഡർ ജോയിൻ ചെയ്ത് പോകാനും താഴെ ജോയിൻ ചെയ്തെടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ സ്കേർട്ടിൻ്റെ സംഭവത്തിൽ വരുമ്പോഴും നമുക്ക് ഇതേപോലെ തന്നെ മുകളിലോട്ട് ഒരു 1/2 ഇഞ്ച് ജോയിൻ ചെയ്തെടുക്കാനായിട്ട് വേണം. താഴെ മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു 1 ഇഞ്ചോ 1.5 ഇഞ്ചോ അങ്ങനെ ഇടാം കേട്ടോ. ഞാൻ 1 ഇഞ്ച് ഇട്ടിട്ടുണ്ട് മടക്കി സ്റ്റിച്ച് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഞാൻ 27.5 ഇഞ്ച് അതിൽ നമുക്ക് 15 ഇഞ്ച് നമ്മൾ യോക്കിന് എടുത്തിട്ടുണ്ടല്ലോ 26 ഇഞ്ചിൽ. അതിൽ ബാലൻസ് വന്നിട്ടുള്ളത് 11 ഇഞ്ചാണ് നമുക്ക് പിന്നെ എടുക്കേണ്ടി വരിക. അതിൻ്റെ കൂടെ 1.5 ഇഞ്ചും കൂടി കൂട്ടിയിട്ട് ഒരു 13.5 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. 14 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ആ അളവ് തന്നെ മാർക്ക് ചെയ്തെടുത്ത അളവിൽ ഞാനിതേപോലെ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. ഫുള്ളായിട്ട് നമ്മൾ ആ ഒരു വീതിക്ക് അനുസരിച്ചിട്ട് എടുക്കുന്നുണ്ട്. അപ്പോൾ ഇത്രയാണ് നമുക്ക് ലെങ്ത്ത് വരിക, കണ്ടില്ലേ. ചെറിയൊരു ക്രോപ്പ് ടോപ്പും അല്ല എന്നാൽ ഒത്തിരി ലെങ്ത്തുള്ള ടോപ്പും അല്ല, അങ്ങനെ ആയിട്ടാണ് കേട്ടോ ഇത് ചെയ്യണത്. ഇനി നമുക്ക് ഫ്രണ്ട് പാർട്ട് ഇതേപോലെ തന്നെ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ അതിന് വേണ്ടി ഞാൻ ഇവിടെ വിരിച്ചിട്ടെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിലോട്ട് ആ ഒരു ഷേപ്പ് വരണമല്ലോ, ഷേപ്പ് വരാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതേപോലെ വെച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കണം. അപ്പോൾ ഞാൻ ഇതിനെ തിരിച്ചിട്ടെടുത്തിട്ടാണ് കേട്ടോ, താഴത്തുനിന്നാണ് ഞാൻ മാർക്ക് ചെയ്ത് എടുക്കുന്നത്. ഇവിടുന്ന് നമുക്ക് ആദ്യം തന്നെ ഒരു 13.5 ഇഞ്ച് 14 ഇഞ്ച് ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് അതിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടിയും എക്സ്ട്രാ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇത് നമ്മൾ സൈഡ് ഭാഗത്താണ് കേട്ടോ, ആ ഓപ്പണാക്കി എടുക്കുന്ന ഭാഗത്താണ് നമ്മൾ 13.5 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തത്. ഇനി നമുക്ക് ക്ലോസ്ഡ് ആയിട്ടുള്ള നമ്മുടെ സെൻറ്റർ ഭാഗം ഉണ്ടല്ലോ, സെൻറ്റർ ഭാഗത്ത് നമുക്ക് ആ ഒരു 13.5 ഇഞ്ചിൻ്റെ കൂടെ ഒരു 3 ഇഞ്ചും കൂടി കൂടുതലായിട്ട് എടുക്കണം. അപ്പോൾ ഒരു 16.5 ഇഞ്ചിൽ ഞാനൊന്ന് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 17 ഇഞ്ചിൽ ഞാൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് ഇതിനെ ഒന്നിങ്ങനെ ആ ഒരു ചെരിവ് പോലെ വരില്ലേ, നമ്മൾ ആ ആദ്യം മാർക്ക് ചെയ്ത മാർക്കിങ്ങിലോട്ട് ഇതേപോലെ ഒന്നിങ്ങനെ ചെരിച്ച് വരച്ച് കൊടുക്കുക. അത് എന്തായാലും വരച്ച് വരുമ്പോൾ അത് ചെരിഞ്ഞ് വരും, കാരണം അത് താഴെ 3 ഇഞ്ച് താഴെയാണല്ലോ നിൽക്കുന്നത്. അപ്പോൾ അങ്ങനെ ചെരിച്ച് വരച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിനൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ സ്കേർട്ട് പാർട്ട് കട്ട് ചെയ്യാനായിട്ട്. ഫ്രണ്ടും ബാക്കും കട്ട് ചെയ്ത് കഴിയും കേട്ടോ. അപ്പോൾ നമ്മൾ ഇത്രയും ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ഞാനിതൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇനി നമുക്കിതിൽ സ്ലീവാണ് കട്ട് ചെയ്യാനുള്ളത്. പിന്നെ നെക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്താണ് കേട്ടോ ഞാൻ കട്ട് ചെയ്യാറുള്ളത്, കാരണം നമുക്കത് ക്യാൻവാസ് ആ സമയത്ത് കട്ട് ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഫ്രണ്ട് പീസിൽ ആ ഒരു യോക്കും സ്കേർട്ടും വരുന്നത്. ഇതേപോലെ ഇങ്ങനെ കുഞ്ഞു പ്ലേറ്റ്സ് ഇട്ടിട്ട്, ഒത്തിരി ഇങ്ങനെ വലിയ പ്ലേറ്റ്സുകളും കാര്യങ്ങളൊന്നും വേണ്ട, ഇതേപോലെ ചെറിയ പ്ലേറ്റ്സൊക്കെ ഇട്ടിട്ട് നമ്മൾ സെറ്റാക്കി എടുക്കും കേട്ടോ. അപ്പോൾ എന്തായാലും നമുക്ക് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് കാണാതെ എങ്ങനെയാണെന്നുള്ളത്. പിന്നെ നമുക്കിനി സ്ലീവാണ് കട്ട് ചെയ്തെടുക്കുന്നത്. സ്ലീവ് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ബാലൻസ് വന്ന ക്ലോത്തിൽ നിന്ന് ഞാൻ ചെറിയൊരു പീസ് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇതിനാദ്യം ഒന്ന് മാറ്റി വയ്ക്കാം നമുക്ക്.
ഇനി നമുക്ക് സ്ലീവ് ഒന്ന് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതേപോലെ നമ്മൾ ബാലൻസ് ക്ലോത്ത് ഉണ്ടല്ലോ അതൊന്ന് ഒരു പീസ് എടുത്തിട്ട് അതിനെ ഇതേപോലെ നാലാക്കിയിട്ട് മടക്കിയിട്ടിട്ടുണ്ട്. ഇത്രയും മതി. നമുക്ക് ഫുൾ സ്ലീവാണ് കേട്ടോ ചെയ്യണത്. അതുകൊണ്ട് ഞാൻ ഇങ്ങനെ മടക്കി എടുത്തിട്ടുള്ളത്. ആ നെറ്റി ബിറ്റിൻ്റെ കറക്റ്റ് ആ ഒരു വീതിക്ക് തന്നെ ഞാൻ ഫുള്ളായിട്ട് മടക്കി എടുത്തിട്ടുണ്ട്. അതൊന്ന് നമുക്ക് ലെങ്ത്ത് നോക്കിയിട്ട് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു 23 ഇഞ്ചൊക്കെയാണ് എനിക്ക് ആവശ്യമുള്ളത്. അത്രയും ഞാനൊന്ന് മാർക്ക് ചെയ്തെടുക്കുന്നുണ്ട്. നമുക്കത് തേരുവശമായതുകൊണ്ട് താഴ്ഭാഗം മടക്കി സ്റ്റിച്ച് ചെയ്യണമെന്ന് നിർബന്ധമൊന്നുമില്ല. നമുക്കിതേപോലെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാവുന്നതുള്ളൂ കേട്ടോ. അവിടെ വേറെ ഇതൊന്നും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമുക്ക് അങ്ങനെ തന്നെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ അവിടെ 23 ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. 23 ഇഞ്ച് മാർക്ക് ചെയ്ത് 24 ഇഞ്ചോളം ഞാൻ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് നമുക്ക് ആ ഒരു ആം ഹോൾ നമ്മൾ കട്ട് ചെയ്തിട്ടുള്ള ഭാഗമില്ലേ അത് വെച്ചിട്ട് ജസ്റ്റ് ഒന്ന് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം. നമുക്ക് ആ ഒരു സ്ലീവിൻ്റെ ഒരു പോർഷൻ കിട്ടാൻ വേണ്ടിയിട്ട് നമ്മൾ ആം ഹോളിൻ്റെ പോർഷൻ വെച്ചിട്ട് നമ്മൾ ഇതേപോലെ മാർക്ക് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതൊക്കെ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഇതെങ്ങനെയാണ് മാർക്ക് ചെയ്യണമെന്നുള്ളതൊക്കെ നമുക്ക് എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുമെന്നൊക്കെ പറഞ്ഞിട്ട് വീഡിയോ ഒക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടു നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ഇതുപോലെ വെച്ചിട്ട് ഞാൻ ഇതുപോലെ അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെറിയൊരു കർവ് കൊടുക്കുന്നുണ്ട് കേട്ടോ അവിടെ അങ്ങനെ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് താഴ്ഭാഗത്തൊന്ന് മാർക്ക് ചെയ്തിട്ട് കട്ട് ചെയ്തെടുക്കണം. ഞാൻ അതൊന്ന് ആദ്യം കട്ട് ചെയ്തെടുക്കുന്നുണ്ട് കേട്ടോ. നമ്മൾ വലിയ ക്ലോത്താണല്ലോ അവിടെ ഇട്ടിട്ടുള്ളത്, തിരിച്ചിട്ടെടുക്കാനൊക്കെ ബുദ്ധിമുട്ടല്ലേ. അപ്പോൾ ഞാൻ ഇത് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. അവിടെ ചെറിയൊരു നോച്ചും കൂടി കൊടുക്കുന്നുണ്ട് കേട്ടോ, സെൻറ്റർ കാണാൻ വേണ്ടിയിട്ട്. പിന്നെ രണ്ടും സെപ്പറേറ്റ് ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ. നാലാക്കിയിട്ട് ഒരു ക്ലോത്തിനെ നാലാക്കിയിട്ട് മടക്കിയിട്ടിരിക്കുകയായിരുന്നേ. അപ്പോൾ അവിടെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇത്രയേ ഉള്ളൂ കേട്ടോ. സ്റ്റിച്ച് ചെയ്യാനാണെന്നുണ്ടെങ്കിലും എളുപ്പമാണ്, കട്ട് ചെയ്യാനാണെങ്കിലും എളുപ്പമാണ് കേട്ടോ. നമ്മളിത് പഠിക്കാനായിട്ട് പുറത്ത് പോയിട്ട് പഠിക്കണം എന്നുള്ള കാര്യങ്ങളൊന്നും ഇല്ല. ജസ്റ്റ് നമുക്ക് വീട്ടിൽ തന്നെ ഇപ്പോൾ ഇതുപോലൊരു ഫോണൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിൽ നോക്കിയാൽ തന്നെ നമുക്ക് പഠിക്കാവുന്നതുള്ളൂ കേട്ടോ. അല്ലാതെ പുറത്ത് പോയാൽ മാത്രമല്ല ഇതൊക്കെ പഠിക്കാൻ പറ്റുക. ഞാനും ഇതൊക്കെ നോക്കിയിട്ട് തന്നെയാണ് കേട്ടോ ഞാൻ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ താഴ്ഭാഗത്ത് സ്ലീവിൻ്റെ റൗണ്ട് എനിക്ക് 7 ഇഞ്ചാണ് വേണ്ടത്. അതിൻ്റെ പകുതി ഒരു 3.5 ഇഞ്ച് മാർക്ക് ചെയ്തു. അതിൻ്റെ കൂടെ ഒരു 1.5 ഇഞ്ചും കൂടി എക്സ്ട്രാ മാർക്ക് ചെയ്തു കേട്ടോ. എന്നിട്ടൊന്നും അങ്ങനെ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ചെരിച്ചൊന്ന് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. അപ്പോൾ ഇത്രയുള്ളൂ, നമ്മുടെ സ്ലീവും കൂടിയും കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. ഇത്രയുള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ ഇഷ്ടമാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനായിട്ട് മറക്കരുത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ സ്റ്റിച്ചിങ് വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം. അപ്പോൾ എല്ലാവർക്കും ഉപകാരപ്പെടുന്ന വീഡിയോ ആയിരിക്കും എന്ന് വിചാരിക്കുന്നു. കണ്ട് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമ്മൾ കട്ട് ചെയ്ത എല്ലാ ഭാഗങ്ങളും ഉണ്ട് കേട്ടോ. യോക്കും സ്കേർട്ട് പാർട്ടും ഫ്രണ്ടിൻ്റെയും ബാക്കിൻ്റെ ഒക്കെ ഉണ്ട്. പിന്നെ സ്ലീവും ഉണ്ട്, എല്ലാതും ഉണ്ട്. അപ്പോൾ പുതിയ വീഡിയോ ആയിട്ട് ഉടനെ തന്നെ വരാം കേട്ടോ. ബൈ.